നമ്മളിനി പഠിക്കാൻ പോകുന്നത് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷന്റെ രണ്ടാമത്തെ സെക്ഷനിലേക്ക് കിടക്കുകയാണ്. ഇവിടെ നമ്മൾ ഒരു കിങ്ഡത്തിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാം. കിങ്ഡത്തിന്റെ പേര് കിങ്ഡം മുനീറ എന്നാണ് പറയുക. കിങ്ഡം മുനീറ പറഞ്ഞു. നമ്മുടെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ക്ലാസിഫൈ ചെയ്തപ്പോൾ, ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്തപ്പോൾ ഏറ്റവും ബേസിൽ വരുന്ന ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ താഴെ ക്യാരക്ടറുള്ള ഓർഗാനിസംസ് ആയിരുന്നു കിങ്ഡം മുനീറയ്ക്കകത്ത് വരിക. അത് കിങ്ഡം മുനീറ. കിങ്ഡം മുനീറ എല്ലാവരും എല്ലാവരുടെ ലെക്ചറൊക്കെ എഴുതാനുള്ള ബുക്കുകളൊക്കെ എടുത്ത് റെഡിയായി ഇരിക്കുക. ഓക്കെ, ഞാൻ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്ന് പറയുന്നത് എല്ലാം നോട്ട് ചെയ്ത് പോകണം. ഓക്കെ, അപ്പൊ എന്താണ് കിങ്ഡം മുനീറയുടെ പ്രത്യേകത? ജനറൽ ക്യാരക്ടേഴ്സ് എല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു വെച്ചതാണ്. ഏതാ? അവരുടെ ഓരോ ബേസിസുകൾ എടുത്ത് വെച്ചിട്ട് നമ്മൾ പറഞ്ഞതാണ്. അവരുടെ സെൽവാൾ എങ്ങനെയായിരിക്കും, അവർക്ക് സെൽവാൾ ആബ്സെന്റ് ആണ്. അതുപോലെ തന്നെ പ്രോകാരിയോട്ടിക് ഓർഗാനിസംസ് ആണ്. അവർക്ക് ഒരു ഹെറ്ററോട്രോഫിക് ഓട്ടോട്രോഫിക് നേച്ചർ കാണിക്കുന്നവരുണ്ട്. ന്യൂക്ലിയസ് ആബ്സെന്റ് ആണ്, ന്യൂക്ലിയർ മെംബ്രെയിൻ ആബ്സെന്റ് ആണ്. അവരുടെ മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത് ഓട്ടോട്രോഫിക്കും ഹെറ്ററോട്രോഫിക് നേച്ചറുകൾ ഇവർ കാണിക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ടൊക്കെ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു വെച്ചതാണ്. എന്തായാലും ആദ്യം മനസ്സിലാക്കാനുള്ള പോയിന്റ്, കിങ്ഡം മുനീറയിലെ ഓർഗാനിസംസ് ജനറൽ ആയിട്ട് ബാക്ടീരിയകളാണ് പറയുന്നത്. ബാക്ടീരിയകളാണ് ഇതിനകത്ത് വരുന്ന മെയിൻ ആയിട്ടുള്ള ആൾക്കാർ. നോക്കി ഉപയോഗിക്കാം, ബാക്ടീരിയയാണ് മെയിൻ ആയിട്ട് ഇതിനകത്തുള്ള കമ്പോണൻസ്. അതുപോലെ തന്നെ ഇവര് വളരെ സിമ്പിൾ ഓർഗാനിസംസ് ആണ്. അവരെ കാണണമെങ്കിൽ മൈക്രോസ്കോപ്പിലൂടെ നോക്കാം. ചെറിയ ഓർഗാനിസംസ് ആണ്. മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള പ്രോകാരിയോട്ടിക് ആയിട്ടുള്ള സിമ്പിൾ ഓർഗാനിസംസ് ആണ് കിങ്ഡം മുനീറയ്ക്കകത്ത് വരുന്ന ഓർഗാനിസംസ്. ഈ കിങ്ഡം മുനീറയിൽ വരുന്ന ഓർഗാനിസംസിനെ ആദ്യം നമ്മൾ രണ്ട് ഗ്രൂപ്പുകളായിട്ടാണ് തരംതിരിക്കും. ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ കിങ്ഡം മുനീറയ്ക്കകത്ത് വരുന്ന ഓർഗാനിസത്തിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുക. ഒന്ന് ആർക്കെ ബാക്ടീരിയ എന്ന് പറയുന്ന ഗ്രൂപ്പുകാരുണ്ടാവും. എന്താണ് ആർക്കെ ബാക്ടീരിയകൾ. പിന്നെയുള്ളത് യു ബാക്ടീരിയ എന്ന് പറയുന്ന ഗ്രൂപ്പുകാരാണ്. യു ബാക്ടീരിയയിൽ യു എന്ന് പറഞ്ഞാൽ ട്രൂ, യു എന്ന് പറഞ്ഞാൽ ട്രൂ, ശരിക്കുമുള്ള ആള്, ട്രൂ എന്നും മറ്റത് ആർക്കെ ബാക്ടീരിയ എന്നുമാണ് പറയുക. അപ്പോ ഈ യു ബാക്ടീരിയയിൽ വരുന്ന ആൾക്കാരെ നമ്മൾ സയാനോ ബാക്ടീരിയകൾ എന്ന് പറയുന്നത്. അതിന്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷനിലേക്ക് പോകും. അപ്പൊ അതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കും ഇതിനെ സയാനോ ബാക്ടീരിയകൾ എന്ന് നമ്മൾ പറയാറുണ്ട്. ആരെ? യു ബാക്ടീരിയ പറയാം. അത് നമുക്ക് പഠിക്കാം, ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കും. അത് നമ്മൾ ഈ ആർക്കെ ബാക്ടീരിയ എന്താണെന്ന് മനസ്സിലാക്കണം. ആർക്കെ ബാക്ടീരിയ ഒരു ചോദ്യം ഉണ്ടാകും കേട്ടോ. ആർക്കെ ബാക്ടീരിയ സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകും. എന്താണ് ആർക്കെ ബാക്ടീരിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരൊരു പ്രത്യേക ആൾക്കാരാണ്. അല്ലെങ്കിൽ നമ്മൾ അവരെ ആരുടെ ഉൾപ്പെടുത്തുമായിരുന്നു? യു ട്രൂ എന്ന് പറഞ്ഞ ആളുകളിൽ ഉൾപ്പെടുത്തുക. അപ്പൊ ഇവർ ട്രൂ അല്ല, ഇവർക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോ ആർക്കെ ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ടൈപ്പ് ബാക്ടീരിയകൾ. ചില പ്രത്യേക കണ്ടീഷനുകളിൽ ഇത് പ്രത്യേക നേച്ചറിൽ വളരുന്ന ബാക്ടീരിയകളാണ് ഈ ആർക്കെ ബാക്ടീരിയ. ഹാർഷ് എൻവയോൺമെന്റുകളിൽ, അതായത് നല്ല ചൂടുള്ള സ്ഥലങ്ങളിൽ, തണുപ്പുള്ള സ്ഥലങ്ങളിൽ, ആസിഡ് നേച്ചറുള്ള സ്ഥലങ്ങളിൽ, ഉപ്പുരസം കൂടിയ സ്ഥലങ്ങളിൽ, അങ്ങനെ അതായത് നോർമലായിട്ടുള്ള അല്ലാത്ത ജീവിതങ്ങൾ നയിക്കുന്ന ബാക്ടീരിയകളാണ് ആർക്കെ ബാക്ടീരിയകൾ എന്ന് പറയേണ്ടി വരും. ക്ലിയർ ആയോ? അതുകൊണ്ട് അവരെ നമ്മൾ സെപ്പറേറ്റ് ഒരു ഗ്രൂപ്പിനകത്ത് ഉൾപ്പെടുത്തിയത്. ഇങ്ങനെ ഹാർഷ് എൻവയോൺമെന്റില് അല്പം കടുപ്പമുള്ള പരിസ്ഥിതിയിൽ ജീവിക്കുന്ന ബാക്ടീരിയകളാണെങ്കിൽ അവർക്ക് അവരുടെ സെൽവാളിനകത്ത് അല്ലെങ്കിൽ അവരുടെ ബോഡിക്കകത്ത് തന്നെ ചില പ്രത്യേകതകളുണ്ടാകും. മനസ്സിലായോ? അവരുടെ ബോഡിയിൽ തന്നെ ചില പ്രത്യേകതകളുണ്ടാകും. സാധാരണ ഇവർക്ക് എന്തുണ്ടാവില്ല, ശരിയായിട്ട് സെൽവാളൊന്നും ഉണ്ടാകാത്ത ആൾക്കാരാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പൊ ഇവർക്ക് അങ്ങനെ ഒരു ഹാർഷ് എൻവയോൺമെന്റിൽ ജീവിക്കുമ്പോൾ അവർക്ക് എന്ത് വേണം? ചില പ്രത്യേക മോഡിഫിക്കേഷൻസ് ആവശ്യമുണ്ട്. അപ്പൊ അങ്ങനെയാണ് അവരവിടെ സർവൈവ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതിനകത്തുള്ള ഓർഗാനിസംസിനെ നമ്മളിതിന്റെ ക്ലാസിഫിക്കേഷൻ അല്ല പറയുന്നത്. ഇതിനകത്ത് വരുന്ന പല ടൈപ്പ് ബാക്ടീരിയകളൊന്നും നമ്മൾ പരിചയപ്പെടാൻ പോവാണ്. ഏതാണ്ട് ആർക്കെ ബാക്ടീരിയ എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്ത് വരുന്ന ആൾക്കാരെ നമ്മൾ പരിചയപ്പെടാൻ പോവാണ്. അപ്പൊ നിങ്ങളിവിടെ ആർക്കെ ബാക്ടീരിയ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ ബ്രാക്കറ്റിൽ എഴുതി വെച്ചേക്കുക. അവര് ഹാർഷ് എൻവയോൺമെന്റില് ചില പ്രത്യേക സവിശേഷതകളോടെ ജീവിക്കുന്ന ബാക്ടീരിയകളാണ് ആർക്കെ ബാക്ടീരിയകൾ എന്ന് മനസ്സിലാക്കുന്നത്. അവർക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള സെൽവാൾ സ്ട്രക്ചർ ഒക്കെ ആയിരിക്കും ഉണ്ടാകാൻ. സാധാരണ ഉള്ള ബാക്ടീരിയകളെ പോലെയല്ല, സ്പെഷ്യൽ സെൽവാളും സ്ട്രക്ചറൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും ആർക്കെ ബാക്ടീരിയകൾ. ഇതിനകത്ത് വരുന്ന ഒന്നാമത്തെ ആളെ പറഞ്ഞത്, അല്ലെങ്കിൽ ഒരു ടൈപ്പ് ബാക്ടീരിയ ഞാൻ പറയുന്നത് അസിഡോഫൈറ്റ്സ് എന്നാണ് പറയാം. എന്താണ് പറയുക?
ഇതിനകത്ത് വരുന്ന എക്സാമ്പിളുകളാണ് പറയുന്നത് കേട്ടോ. അസിഡോഫൈൽസ് പേരിനകത്ത് തന്നെ ഉണ്ട് ആൾക്കാരുടെ പ്രത്യേകത. ഇവര് ആസിഡ് നേച്ചർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. നല്ല ആസിഡിക് ആയിട്ടുള്ള സ്ഥലങ്ങളാണെങ്കിൽ സാധാരണ ആസിഡിക് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ആരും വളരാറില്ല, സൂക്ഷ്മജീവികൾ വളരാറില്ല. പക്ഷെ ഇവർക്ക് ആസിഡാണ് ഇഷ്ടം. ആസിഡുള്ള സ്ഥലങ്ങളിലാണ് ഇവര് സർവൈവ് ചെയ്യുക. അവരവിടെ അസിഡോഫൈൽസ് എന്നാണ് പറയുന്നത്. ഇനി ഒരു നല്ല ഉപ്പുരസമുള്ള സ്ഥലങ്ങളിൽ ഇപ്പൊ നമ്മള് പഴങ്ങളും അല്ലെങ്കിൽ മത്സ്യവും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, കേടുകൂടാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് ബാക്ടീരിയ സൂക്ഷ്മജീവികളുടെ ആക്രമണം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഉപ്പിനകത്ത് ഇട്ട് വെച്ചേക്കും. ഉപ്പിനകത്തൊന്നും വളരില്ല, ഈ സൂക്ഷ്മജീവികൾ വളരില്ല എന്നുള്ള സെറ്റപ്പിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അങ്ങനെ ഉപ്പിലിട്ട് വെച്ചേക്കുന്നത്. എന്നാൽ ഈ ഉപ്പ് ഇഷ്ടപ്പെടുന്ന ജീവികളുണ്ടാകും, ബാക്ടീരിയകളുണ്ടാകും. അങ്ങനെ ഉപ്പിനകത്ത് ജീവിക്കുന്ന, ഉപ്പിനെ ഇഷ്ടപ്പെടുന്ന ബാക്ടീരിയകളെ നമ്മൾ സാൾട്ട് ലവിങ് ബാക്ടീരിയകൾ ഉണ്ടാകും. അവരെ നമ്മൾ ഹാലോഫൈൽസ് എന്നാണ് പറയാ. എന്താണ് പറയാ? ഹാലോഫൈൽസ്. നോട്ട് ചെയ്ത് വെച്ചേക്കണേ, ഹാലോഫൈൽസ്. ഹാലോഫൈൽസ് എന്നാണ് പറയാ. സാൾട്ട് ലവിങ് ബാക്ടീരിയ, സാൾട്ട് ലവിങ് ബാക്ടീരിയ ആണ് ഹാലോഫൈൽസ്. ഇനി നല്ല ചൂട് കണ്ടീഷനിൽ നമ്മളിപ്പോ ഒരു സിറിഞ്ച് എടുത്തിട്ട് ഇഞ്ചക്ഷൻ എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇപ്പോഴുള്ള സൂചിയല്ല, നേരത്തേക്കാണെങ്കിൽ ഇപ്പൊ നമുക്ക് യൂസ് ആൻഡ് ത്രോ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പം എന്തായിക്കോട്ടെ, അപ്പൊ നമ്മളതിനെ അങ്ങനെയുള്ള ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കുകയും ചെയ്യാറുണ്ട്. ഇതിനെ നമ്മള് സൂക്ഷ്മജീവികളെ കൊല്ലുന്നതിന് വേണ്ടി നമ്മൾ ചൂടാക്കാറുണ്ട്. നല്ല ചൂടാകുമ്പോൾ എന്ത് ചെയ്യും, ഒരു നശിച്ചു പോകുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ചില ബാക്ടീരിയകൾ എന്ത് ചെയ്യില്ല, ഈ ആർക്കെ ബാക്ടീരിയകളാണെങ്കിൽ അവർക്ക് ചൂടാണ് ഇഷ്ടം. അപ്പോൾ ഹൈ ടെമ്പറേച്ചർ താങ്ങാൻ കഴിയുന്ന ബാക്ടീരിയകൾ ഉണ്ടാകും. ഹോട്ട് സ്പ്രിങ്സിനകത്തൊക്കെ ചൂട് നീരുറവുകളിലൊക്കെ ജീവിക്കുന്ന, അല്ലെങ്കിൽ ചൂടുവെള്ളമുള്ള സ്ഥലങ്ങളിലൊക്കെ ജീവിക്കുന്ന ജീവികൾ ഉണ്ടാവും, അല്ലെങ്കിൽ ബാക്ടീരിയകൾ ഉണ്ടാകുമ്പോൾ നമ്മള് തെർമോഫൈൽസ് എന്നാണ് പറയുന്നത്. എന്താ പറയുക? തെർമോഫൈൽസ്. നോട്ട് ചെയ്ത് വെച്ചേക്കണം, തെർമോഫൈൽസ്. ഹൈ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹോട്ട് സ്പ്രിംഗ് അതിനകത്ത് ഇവരുണ്ടാകും. ഇനിയുള്ളത് മീഥെയ്ൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ടീരിയകൾ ഉണ്ടാകും. അതായത് ഇവർ കാണപ്പെടുന്ന സ്ഥലങ്ങളിൽ അവിടെ ചില പ്രവർത്തനങ്ങളൊക്കെ നടത്തി മീഥെയ്ൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. അതായത് ഇപ്പൊ ചാണകത്തിലൊക്കെ ആണെങ്കിൽ അതിനകത്ത് മീഥെയ്ൻ ഗ്യാസ്, വീട്ടിലൊക്കെ ബയോഗ്യാസ് അറിയാൻ പറ്റും. അപ്പം ചാണകം ഇട്ടില്ലെങ്കിൽ ചാണകത്തിന് എന്ത് ചെയ്യുന്നു, അതിനകത്ത് ജീവിച്ച് അതിനകത്ത് നിന്ന് മീഥെയ്ൻ വാതകം പുറത്തേക്ക് ഇടും. നമ്മൾ കുക്കിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മീഥെയ്ൻ വാതകം ഉണ്ടാക്കാം. അങ്ങനെ മീഥെയ്ൻ വാതകം ഉണ്ടാക്കാൻ കഴിയുന്ന ബാക്ടീരിയ ഉണ്ട്. അവരെ നമ്മൾ മെത്തനോജൻസ് എന്നാണ് പറയുന്നത്. എന്താ പറയുക? മെത്തനോജൻസ്. മെത്തനോജൻസ് എന്താണ് ചെയ്യുന്നത്? മീഥെയ്ൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നവരാണ് മെത്തനോജൻസ് എന്ന് പറയുന്നത്. മെത്തനോജൻസ് ഇവരാണ് റൂമിനന്റ് ആനിമൽസിൽ, അല്ലെങ്കിൽ നമ്മുടെ പശുവിനെയൊക്കെ പോലുള്ള അയവിറക്കുന്ന ജീവികളുണ്ടല്ലോ, അയവിറക്കുന്ന ജീവികളുടെ കുടലിന് ഒരു അല്ല ആമാശയത്തിന് ഒരു അറയെല്ലാം ഉണ്ടാവും, 4 അറകളുണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള ജീവികളെ നമ്മൾ വിളിക്കുന്ന പേര് റൂമിനന്റ് ആനിമൽസ് എന്നാണ് പറയുക. എന്താ പറയുക? റൂമിനന്റ് ആനിമൽസ്. ഇവരാദ്യം ഇതിനകത്ത് അവരുടെ ആമാശയത്തിനകത്ത് 4 അറകളുണ്ടാകും. ഇവര് പുല്ല് കിട്ടുന്ന സമയത്ത് പുല്ല് ആഹാരം നേരെ വെട്ടിവിഴുങ്ങിയിട്ട് ആദ്യത്തെ ഇവര് അറകളിൽ കൊണ്ട് സൂക്ഷിച്ചതിന് ശേഷം എന്ത് ചെയ്തു, പിന്നീട് ഇതിനെ തിരിച്ച് വായിലേക്ക് എടുത്ത് അയവിറക്കി വായിലേക്ക് കൊണ്ടുവന്ന് വീണ്ടും നല്ലപോലെ ചവച്ചരച്ചിട്ട് എന്ത് ചെയ്യുന്നു, തിരിച്ച് നേരെ 3-4 അറകളിലേക്ക് നേരെ തള്ളി. ഓക്കെ, അങ്ങനെ ആമാശയത്തിനകത്ത് പല അറകളുള്ള ജീവികളാണ് ആര്? റൂമിനന്റ് ആനിമൽസ്. ഈ റൂമിനന്റ് ആനിമൽസിന്റെ ഈ റൂമിനന്റ് സാക്കുകളില്, കുടലുകളിൽ ജീവിക്കുന്ന ബാക്ടീരിയകളാണ് ആര്? മെത്തനോജൻസ് എന്ന് പറയുന്നത്. അവർക്ക് മീഥെയ്ൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ടാകും. അപ്പോൾ മെത്തനോജൻസ് എന്നാണ് അവരെ നമ്മൾ വിളിക്കുക. ഇവിടെ നിങ്ങൾ ഓർക്കാനുള്ള പേര് നമ്മൾ 2 പേരെ പ്രധാനമായിട്ട് ഓർക്കുന്ന ഹാലോഫൈൽസും തെർമോഫൈൽസും എന്താണെന്ന് പഠിച്ചിരിക്കണം. ഈ തെർമോഫൈൽസിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, തെർമോഫൈൽസ് ഹോട്ട് സ്പ്രിങ്ങുകളിൽ അല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചറുകളിൽ ജീവിക്കുന്നവരാണ്. അപ്പൊ പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിക്കും, തെർമോഫൈൽസ് എന്ന് വരും. തെർമോഫൈൽസ് എന്നിട്ട് ഇട്ടിട്ട് എന്ത് ചെയ്യും, ഹോട്ട് സ്പ്രിംഗ് എന്നോ ഹൈ ടെമ്പറേച്ചർ എന്നോ കൊടുത്തിരുന്നാൽ, ഹോട്ട് സ്പ്രിംഗ് എന്നോ ഹൈ ടെമ്പറേച്ചർ എന്നോ കൊടുത്തിരിക്കും. ഇതിന് താഴെ അടുത്തത് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയായിരിക്കും. ഇവിടെ സാൾട്ട് ലവിങ് എന്ന് കൊടുത്തിരുന്നാൽ ഇവിടെ ആളാരാണെന്ന് എഴുതണോ, അതായിരിക്കും ഹാലോഫൈൽസ് എന്ന് എഴുതേണ്ടത്. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ ഇത് ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്തിരിക്കുക. ഏതാ? തെർമോഫൈൽസും ഹാലോഫൈൽസും. ഈ മെത്തനോജൻസ് എന്തെന്ന് വേണമെങ്കിലും എന്ത് ചെയ്യാം, ചോദിക്കാം. മെത്തനോജൻസ് എന്താണെന്ന് മീഥെയ്ൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ടീരിയകളാണ് മെത്തനോജൻസ് എന്ന് അറിയപ്പെടുക. ക്ലിയർ ആയോ?
അപ്പോൾ ആർക്കെ ബാക്ടീരിയയെ പറ്റിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞു. ആർക്കെ ബാക്ടീരിയ. ഓക്കെ, ഇനി നമ്മൾ നേരെ ബാക്ടീരിയയുടെ പ്രത്യേകതകളിലേക്ക് പോവാം. സാധാരണ ഉള്ള ബാക്ടീരിയകളുടെ പ്രത്യേകതകളിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നോക്കിയോ, ബാക്ടീരിയകളുടെ പ്രത്യേകതകളാണ് നിങ്ങൾ പറയാമോ? ബാക്ടീരിയയുടെ ജനറലായിട്ടുള്ള പ്രത്യേകത നമ്മൾ പറഞ്ഞു. ഇതിനകത്ത് കിങ്ഡം മുനിയറയിൽ വരുന്ന പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാം ആരാണ്? ബാക്ടീരിയകൾ എന്നാണ് പറയുക എന്ന് പറഞ്ഞു. അപ്പൊ അതിനകത്തുള്ള സ്പെഷ്യൽ ആൾക്കാരെ മാത്രം നമ്മൾ ആദ്യം പരിചയപ്പെട്ടത്. ആർക്കെ ബാക്ടീരിയ എന്നുള്ള ഗ്രൂപ്പായിട്ട് നമ്മൾ പഠിച്ചു മാറ്റി വെച്ചു. നമ്മൾ ബാക്ടീരിയകളെ കുറിച്ച് പറയാം. ബാക്ടീരിയയുടെ ജനറൽ പ്രത്യേകത നമ്മൾ പറഞ്ഞു. അതിനകത്ത് ഫോട്ടോസിന്തറ്റിക് ഉണ്ടാകാം, കീമോസിന്തറ്റിക് ഉണ്ടാകാം, ഹെറ്ററോട്രോസ് ഉണ്ടാകാം. ഹെറ്ററോട്രോസ് തന്നെ സാപ്രോഫൈറ്റിക് ഉണ്ടാകാം, പാരസൈറ്റിക് ഉണ്ടാകാം. പല നേച്ചറുകളിലുള്ള ഫുഡ് മെക്കാനിസം ഉള്ള ആൾക്കാരാണ് നമ്മൾ പഠിച്ചു. ഇനി ഇവരുടെ ഷേപ്പ് ഒന്ന് ശ്രദ്ധിക്കുക. ബാക്ടീരിയകൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്, പ്രോകാരിയോട്ടിക് ഓർഗാനിസംസ് ആണ്, ചെറിയ സെല്ലാണ്, മൈക്രോസ്കോപ്പിക് ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഈ ബാക്ടീരിയകൾ അവരുടെ ഷേപ്പ് നോക്കിയാൽ പലതരത്തിലുള്ള ഷേപ്പിലുള്ള ബാക്ടീരിയകൾ ഉണ്ടാകും. ഇവരുടെ ഷേപ്പ് ഒന്ന് പഠിച്ചു വെച്ചേക്കണം. പരീക്ഷയ്ക്ക് ചോദിക്കും, ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത രണ്ടാമത്തെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ബാക്ടീരിയകളുടെ ഷേപ്പ് അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ എന്താണ് നോക്കിയേ. ഷേപ്പ് അനുസരിച്ച് ഇതിനകത്ത് 4 തരത്തിലുള്ള ബാക്ടീരിയകളാണ് പ്രധാനമായിട്ടും ഉണ്ടാകുക. ഒന്ന്, അവര് റൗണ്ട് ഷേപ്പിലായിരിക്കും. അവരെ നമ്മൾ വിളിക്കുന്ന പേര് കോക്കസ് ബാക്ടീരിയകൾ എന്നാണ് പറയുക. എന്താണ് പറയുക? കോക്കസ് ബാക്ടീരിയ. ഷേപ്പ് മനസ്സിലാക്കാൻ ഞാൻ എളുപ്പം പറഞ്ഞു തരാം. എന്ത് ചെയ്യാം? എഴുതുന്നത് ഇതാണ് കോക്കസ്. റൗണ്ട് ഷേപ്പിലുള്ളവരാണ് കോക്കസ്. മറക്കരുത്, റൗണ്ട് ഷേപ്പ് ബാക്ടീരിയകളാണ് കോക്കസ്. ഒന്നാമത്തെ. ഇനിയുള്ളത് റോഡ് ഷേപ്പ്ഡ് ബാക്ടീരിയകളാണ്. വടി പോലെ ഇരിക്കുന്ന ബാക്ടീരിയകൾ റോഡ് ഷേപ്പ്ഡ് ബാക്ടീരിയകളാണ്. ഇതുപോലെ റോഡ് ഷേപ്പ്ഡ് ബാക്ടീരിയകളുണ്ടാവും. ഇങ്ങനെ റോഡ് ഷേപ്പ്ഡ് ബാക്ടീരിയകളെ നമ്മൾ വിളിക്കുന്ന പേര് ബാസില്ലസ് എന്നാണ് പറയുക. അപ്പൊ ഞാൻ എഴുതുമ്പോൾ അതിന്റെ പ്രത്യേകത ഒന്ന് നോക്കിയോളാം. നിങ്ങളും ഇങ്ങനെ എഴുതി വെക്കണം കേട്ടോ. ബാസില്ലസ് റോഡ് ഷേപ്പ്ഡ് ബാക്ടീരിയ, വടി പോലെ ഇരിക്കുന്ന ബാക്ടീരിയ. മൂന്നാമത്തെ ആളിനെ വിളിക്കുന്ന പേര് അവര് കോമ ഷേപ്പ്ഡ് ബാക്ടീരിയ. ഇങ്ങനെയാണ് വിളിക്കുന്നത്. കോമ എഴുതുന്നത് പോലെ കോമ ഷേപ്പ്ഡ് ബാക്ടീരിയ. അത് നമ്മള് വിബ്രിയോ എന്നാണ് പറയുക. എന്താണ് പറയുക? അത് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക. വിബ്രിയോ അയ്യാണ് വിബ്രിയോ. നമ്മൾ പെട്ടെന്ന് പഠിക്കാൻ വേണ്ടി അറിയാൻ വേണ്ടി നമ്മളിങ്ങനെ കോമ ഇട്ട് എഴുതാം. വിബ്രിയോ പഠിക്കാതെ വിബ്രിയോ. നാലാമത്തെ ടൈപ്പ് ആൾക്കാരെ വിളിക്കുന്ന പേര് സ്പൈറലിയം എന്നാണ് പറയുക. സ്പൈറലിയം പഠിക്കാൻ എളുപ്പമാണ്. സ്പൈറൽ ഷേപ്പ് പേരിനകത്ത് തന്നെയാണ് സ്പൈറലിയം. ഇതിനെങ്ങനെ എളുപ്പത്തിൽ പഠിക്കും? ഞാൻ ഈ എസ് എഴുതുമ്പോൾ ചെയ്താൽ മതി. സ്പൈറലിയം എങ്ങനെയാണ്? സ്പൈറൽ ഷേപ്പിലുള്ള ബാക്ടീരിയകളാണ് ഇതിനകത്ത്. സ്പൈറൽ ഷേപ്പ്. അങ്ങനെ ബേസ്ഡ് ഓൺ ദ ഷേപ്പ് ബാക്ടീരിയകളെ ക്ലാസിഫൈ ചെയ്ത് ബാക്ടീരിയ ക്ലാസിഫൈഡ് ഇൻടു 4 ഗ്രൂപ്പ്സ്. ഏതൊക്കെയാണ്? കോക്കസ് ടൈപ്പ് ബാക്ടീരിയകളുണ്ട്, റൗണ്ട് ഷേപ്പ്ഡ് അല്ലെങ്കിൽ സ്പെറിക്കൽ ഷേപ്പ്ഡ് ആയിട്ടുള്ള ബാക്ടീരിയ, സ്പെറിക്കൽ ഷേപ്പ്, റൗണ്ട് ഷേപ്പ്ഡ്. ഈ റോഡ് ഷേപ്പ്ഡ് ആയിട്ടുള്ള ബാക്ടീരിയകളുണ്ട്, അവരെ നമ്മൾ ബാസില്ലസ് എന്നാണ് പറയുക. അപ്പോൾ ബേസ്ഡ് ഓൺ ദ ഷേപ്പ് ബാക്ടീരിയ ആർ ക്ലാസിഫൈഡ് ഇൻടു 4 ഗ്രൂപ്പ്സ്. ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് കോക്കസ് ടൈപ്പ്, ദേ ആർ സ്പെറിക്കൽ ഷേപ്പ്ഡ് ഓർ റൗണ്ട് ഷേപ്പ്ഡ് ബാക്ടീരിയ. അതാണ് ആര്? കോക്കസ് ബാക്ടീരിയ. പിന്നെയുള്ളത് റോഡ് ഷേപ്പ്ഡ് ബാക്ടീരിയകളാണ്. ഷേപ്പ് എന്ന് പറയുന്നത് വടി പോലെ ഇരിക്കുന്ന ആൾക്കാരാണ് ബാസില്ലസ് ടൈപ്പ് ബാക്ടീരിയ എന്ന് പറയുന്നത്. ബാസില്ലസ് എന്നാണ്. ദെൻ മൂന്നാമത്തെ ആളിനെ വിളിക്കുന്ന പേര് കോമ ഷേപ്പ്ഡ് ബാക്ടീരിയ ആണ്. പേര് വിബ്രിയോ എന്നാണ് പറയുക. കോമ ഷേപ്പ്ഡ് ബാക്ടീരിയ, വിബ്രിയോ. ഈ 3 പേരില് പ്രധാനപ്പെട്ട ഇദ്ദേഹമാണ്. പിന്നെയുള്ളത് സ്പൈറൽ ഷേപ്പിലായിട്ടുള്ള ചുറ്റിയിരിക്കുന്ന ഷേപ്പിലുള്ള ആൾക്കാരെ നമ്മൾ സ്പൈറലിയം എന്ന് പറയും. അങ്ങനെ 4 ഗ്രൂപ്പുകളായിട്ടാണ് ബേസ്ഡ് ഓൺ ദ ഷേപ്പ് ബാക്ടീരിയ ആർ ക്ലാസിഫൈഡ് ഇൻടു ദീസ് 4 ഗ്രൂപ്പ്സ്. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ അടുത്ത ഒരു ഗ്രൂപ്പ് അതിന്റെ ക്ലാസിഫിക്കേഷൻ ലെവലിലേക്ക് പോവാം. അതായത് ജനറൽ ആയിട്ടുള്ള ബാക്ടീരിയകളുടെ പ്രത്യേകത നമ്മൾ പറഞ്ഞതാണ്. ഇനി ഇതിനകത്തുള്ള ചില ബാക്ടീരിയകൾ നമ്മൾ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ബാക്ടീരിയകൾ ഉണ്ടാകും. അവരെ നമ്മൾ പ്രത്യേകം പേര് കൊടുത്തിട്ടാണ് പറയുക. അവരെ നമ്മൾ സയാനോ ബാക്ടീരിയകൾ എന്നാണ് പറയുക. എന്താണ് പറയുക? സയാനോ ബാക്ടീരിയ. ഇപ്പൊ ജനറൽ ആയിട്ടുള്ള കുറച്ച് ബാക്ടീരിയകളുടെ കാര്യമാണ്, ജനറൽ ആയിട്ടുള്ള കാര്യമാണ് ഇത് ആദ്യം പറഞ്ഞത്. ഇവിടെ സ്പെഷ്യൽ ആൾക്കാർ പ്രത്യേകതയുള്ള, അതായത് ഫോട്ടോസിന്തറ്റിക് നേച്ചറിലുള്ള ബാക്ടീരിയകളെ വിളിക്കുന്ന പേര് സയാനോ ബാക്ടീരിയകൾ അല്ലെങ്കിൽ
ബ്ലൂ ഗ്രീൻ ആൽഗകൾ എന്ന് പറയും. എന്ന് പറയും സയാനോ ബാക്ടീരിയ അല്ലെങ്കിൽ ബ്ലൂ ഗ്രീൻ ആൽഗെ. അപ്പോൾ ഇവരെ നമ്മൾ ട്രൂ ബാക്ടീരിയ, ശരിക്കുള്ള ബാക്ടീരിയകൾ ഇവരാണ് ട്രൂ ബാക്ടീരിയ അല്ലെങ്കിൽ ബ്ലൂ ഗ്രീൻ ആൽഗകൾ അല്ലെങ്കിൽ സയാനോ ബാക്ടീരിയ എന്ന് പറയുന്ന ഗ്രൂപ്പുകാരെ. നല്ല കൃത്യമായിട്ട് സെൽവാളൊക്കെ ഇവർക്ക് ഉണ്ടാകും. ഫോട്ടോസിന്തേസിലുണ്ട് ഇവർക്ക് സ്പെസിഫിക് ആയിട്ട് സെൽവാൾ ഉണ്ടാകും. ഇവര് മൂവ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ, ഈ ബാക്ടീരിയ ആൾക്കാർ മൂവ് ചെയ്യാൻ പറ്റുന്നവർ ആണെങ്കിൽ അവർക്ക് എന്തുണ്ടാവും, മൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫ്ലജല്ല, വീശി പോകുന്നതിന് വേണ്ടി, തുഴഞ്ഞു പോകുന്നതിന് വേണ്ടിയിട്ട് ഫ്ലജല്ല എന്ന് പറയുന്ന വള്ളികൾ ഉണ്ടാകും. ചാട്ട പോലത്തെ സ്ട്രക്ചറുകൾ ഉണ്ടാകും. ഫ്ലജല്ല പ്രസന്റ് ആയിരിക്കും. ഇനി ഇവർക്ക് ഞാൻ പറഞ്ഞ ക്ലോറോഫിൽ, ഇവർ ഫോട്ടോസിന്തറ്റിക് ആയതുകൊണ്ട് തന്നെ ക്ലോറോഫിൽ പിഗ്മെന്റ് പ്രസന്റ് ആണ്. ഇവരുടെ സെൽവാളിനെ കവർ ചെയ്തുകൊണ്ട് ജെല്ലി പോലത്തെ ഒരു മെറ്റീരിയൽ കൊണ്ടുണ്ടാവും ഇവര് കവർ ചെയ്തിട്ടുണ്ടാകും. ഇവര് തന്നെ യൂണിസെല്ലുലാർ ഉണ്ടാകും, സിംഗിൾ സെല്ലായിട്ടുള്ളവരുണ്ടാകും, കോളനി ആയിട്ട് ജീവിക്കുന്നവരുണ്ടാകും. അതായത് ഒറ്റ സെല്ലില് വെച്ചിട്ട് ബോഡി ഉള്ളവരുണ്ടാകും, ഒരുപാട് സെല്ലുകൾ കൂട്ടിച്ചേർത്ത് വെച്ചിട്ടുള്ളവരുണ്ടാകും. അതുപോലെ തന്നെ ഫിലമെന്റ് പോലെ ബോഡി ഉള്ളവരുണ്ടാകും. അങ്ങനെ പല ഷേപ്പുകളിലാണ് ഇവര് കാണപ്പെടുക. ഇവര് കടലിൽ കാണപ്പെടുന്നവരുണ്ട്, മറൈനായിട്ടുള്ളവരുണ്ട്, അതുപോലെ തന്നെ ടെറസ്ട്രിയൽ ആയിട്ടുള്ള കരയിൽ കാണപ്പെടുന്നവരുണ്ട്. ഇതിന്റെ ജനറൽ പ്രത്യേകത എന്തായാലും ഇവരുടെ പ്രധാനപ്പെട്ട പ്രത്യേകതയായിട്ട് നമ്മൾ പറയുന്നത് ഒരു ഫോട്ടോസിന്തറ്റിക് നേച്ചറുള്ള, ഓട്ടോട്രോഫിക് നേച്ചറുള്ള ആൾക്കാരാണ്. ഈ ഫോട്ടോസിന്തസിസ് നടത്തുന്നതിന് വേണ്ടി ഇവർക്ക് എന്തുണ്ടാകും, ഇവർക്ക് ക്ലോറോഫിൽ പിഗ്മെന്റുകൾ പ്രസന്റ് ആയിരിക്കും. ഇവരുടെ ബോഡിയെ കവർ ചെയ്തുകൊണ്ട് ഒരു ജെലാറ്റിനസ് ആയിട്ടുള്ള ജെല്ലി പോലത്തെ ഒരു മെറ്റീരിയൽ ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞു. വഴിവെടുത്ത ഒരു കവറിങ് ഇതിന്റെ പുറത്ത് ഉണ്ടാകും. അതുപോലെ തന്നെ ഇവർക്കുള്ള ഒരു വേറൊരു പ്രത്യേകത, ഇവർക്ക് അറ്റ്മോസ്ഫിയറിൽ നിന്ന് നൈട്രജൻ വലിച്ചെടുത്ത്, നൈട്രജൻ ഫിക്സേഷന് ഇവര് ഇതിനകത്തുള്ള ചില പ്രത്യേക സെല്ലുകൾ എന്ത് ചെയ്യാറുണ്ട്, സഹായിക്കാറുണ്ട്. എന്താണ് നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുന്നത്? നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഈ നൈട്രജൻ. അതിനെ ഈ പ്ലാന്റ്സിന് വളരെ അത്യാവശ്യമുള്ള സാധനവുമാണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളതും ചെടികൾക്ക് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ജീവികൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതും എന്ത് തന്നെയാണ്, ഈ നൈട്രജൻ. പക്ഷെ ഈ നൈട്രജനെ അതുപോലെ തന്നെ അന്തരീക്ഷത്തിൽ നിന്ന് വലിച്ചെടുത്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവരുടെ ബോഡിയിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, ഈ നൈട്രജനെ വേറെ ചില ഫോമുകളിലേക്ക് കൺവേർട്ട് ചെയ്യും. അമോണിയ ആയിട്ടോ നൈട്രൈറ്റ് ആയിട്ടോ നൈട്രേറ്റ് ആയിട്ടോ ഒക്കെ എന്ത് ചെയ്യും, ഇങ്ങനെ കൺവേർട്ട് ചെയ്യും. കൺവേർട്ട് ചെയ്ത് ആ ഫോമുകളിലേക്ക് മാറിക്കഴിഞ്ഞാൽ അവർക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റും. അപ്പോ ഈ പ്ലാന്റ്സിന് ഇത് ആവശ്യമുണ്ട്. പ്ലാന്റ്സിന് ഇത് ഉപയോഗിക്കാനാണെങ്കിൽ ഈ രൂപത്തിലാകുകയും വേണം. അങ്ങനെയുള്ള കണ്ടീഷനുകളിൽ ഈ അന്തരീക്ഷത്തിലുള്ള നൈട്രജനെ ഈ പറയുന്ന ഫോമുകളിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊടുക്കാൻ ഇതുപോലത്തെ ബാക്ടീരിയ പോലത്തെ സൂക്ഷ്മജീവികളാണ് ഉപയോഗിക്കുക. അങ്ങനെ ചെയ്തു കൊടുക്കുന്ന ആളുകളാണ് നൈട്രജൻ ഫിക്സേഷന് സഹായിക്കുന്ന ആളുകൾ, നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയകൾ ഉണ്ടാകും. അതിനകത്തുള്ള പ്രധാന ആൾക്കാരാണ് ഈ സയാനോബാക്ടീരിയ. They can fix the atmospheric nitrogen into absorbable forms. ഏതാ നൈട്രേറ്റോ നൈട്രൈറ്റോ അമോണിയ ഒക്കെ ആയിട്ട് എന്ത് ചെയ്യാം, കൺവേർട്ട് ചെയ്യാൻ. ഇതിന് സഹായിക്കുന്ന ഈ സയാനോബാക്ടീരിയയിൽ കാണപ്പെടുന്ന അവരുടെ ബോഡിയിൽ ചില പ്രത്യേക തരത്തിലുള്ള സെല്ലുകൾ ഉണ്ടാകും. ഈ സെല്ലുകളെ വിളിക്കുന്ന പേര് ഹെറ്ററോസിസ്റ്റുകൾ എന്നാണ് പറയുക. അവരെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. കാര്യം ബാക്കി സെല്ലുകളെല്ലാം റൗണ്ട് ഷേപ്പ് ആണെങ്കിൽ ഇവര് ഇതുപോലെ ബാരൽ ഷേപ്പ്ഡ് സെല്ലുകളായിട്ട് അല്ലെങ്കിൽ ഇതുപോലെ സ്ക്വയർ ടൈപ്പ് സെല്ലുകളായിട്ടാണ് ഇരിക്കുക. ബാക്കി സെല്ലുകളൊക്കെ ഇതുപോലെ ഇരിക്കും. ബാക്കി സെല്ലുകൾക്കകത്തെല്ലാം നിന്നുണ്ടാകും ക്ലോറോഫിലൊക്കെ നിറച്ചിട്ടുണ്ടാകും. ക്ലോറോഫിൽ ഉണ്ട്. ഈ പുറത്ത് ജെലാറ്റിനസ് ആയിട്ടുള്ള ജെല്ലി പോലത്തെ കവറിങ് ഉണ്ട്. ഈ പ്രത്യേകതകളൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് ഈ ഹെറ്ററോസിസ്റ്റ് എന്ന് പറയുന്ന സെല്ലുകൾ. അപ്പോൾ ഹെറ്ററോസിസ്റ്റ് എന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. എന്താണ് ഹെറ്ററോസിസ്റ്റ്? സയാനോ ബാക്ടീരിയകളിൽ കാണപ്പെടുന്ന പ്രത്യേകതയുള്ള സെല്ലുകളാണ് ഹെറ്ററോസിസ്റ്റുകൾ. ഇവർക്ക് ക്ലോറോഫിൽ ഉണ്ടാവില്ല. ഇവർ ഫോട്ടോസിന്തസിസിന് വേണ്ടിയിട്ടല്ല ഇരിക്കുന്നത്. ബാക്കി സെല്ലുകൾക്കെല്ലാം ക്ലോറോഫിൽ ഉണ്ടെങ്കിൽ ഇവർക്ക് ക്ലോറോഫിൽ ഉണ്ടാവില്ല. ഇവര് അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ എന്ത് ചെയ്യുന്നു, ഇതിനകത്തേക്ക് വലിച്ചെടുത്ത് ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടി കൺവേർട്ട് ചെയ്യുന്ന ഫോമുകളിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന്, അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ഫോമുകളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ബാക്ടീരിയകൾ ആണെങ്കിൽ അവരെന്ത് ചെയ്യും, ഈ കൺവേർഷൻ നടത്തുന്നത് ഈ ഹെറ്ററോസിസ്റ്റ് എന്ന് പറയുന്ന പ്രത്യേക തരത്തിലുള്ള സെല്ലുകൾ ഉപയോഗിച്ചാണ് ഈ കൺവേർഷൻ നടത്തുക. അപ്പോൾ അത് പഠിച്ചു വെച്ചേക്കണം.
സയനോബാക്ടീരിയയിൽ കാണപ്പെടുന്ന സ്പെഷ്യൽ ടൈപ്പ് സെല്ലുകളെ വിളിക്കുന്ന പേരാണ്, നൈട്രജൻ ഫിക്സിംഗ് സെല്ലുകളുടെ പേരാണ് ഹെറ്ററോസിസ്. അങ്ങനെയുള്ള സയനോബാക്ടീരിയക്ക് രണ്ട് എക്സാമ്പിൾ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പേരും എഴുതി വെച്ചേക്കാം. ഒന്നിന്റെ പേര് നോസ്റ്റോക്ക്. നോസ്റ്റോക്ക് നല്ലൊരു എക്സാമ്പിൾ ആണ്. അലബീന, നോസ്റ്റോക്ക്, അലബീന പോലുള്ള സയനോബാക്ടീരിയകൾ ഇതിന്റെ എക്സാമ്പിൾ. ഓക്കെ, ഇനി ഇതിനകത്ത് കീമോസിന്തറ്റിക് ആയിട്ടുള്ള ഓട്ടോട്രോഫ്സും ഉണ്ടാകും. കെമിക്കൽസിൽ നിന്ന് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈറ്റിനെ എല്ലാവരും ഡിപ്പെൻഡ് ചെയ്യുക. ഇവരെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് ലൈറ്റിനെയാണ്. അതിനാണ് ക്ലോറോഫിൽ കൊടുത്തിരിക്കുന്നത്. ഇനി ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ കെമിക്കൽസിനെ ഡീകമ്പോസ് ചെയ്തിട്ട് അതിനകത്തു നിന്നാണ് എനർജി എടുക്കുക. അതിനെ നമ്മൾ കീമോസിന്തറ്റിക് ബാക്ടീരിയകൾ എന്നാണ് പറയുക. ഇവര് ഇനോർഗാനിക് സബ്സ്റ്റൻസുകളെയൊക്കെ ഡീകമ്പോസ് ചെയ്ത് അതിനെ പല ഫോമുകളിലേക്ക് കൺവേർട്ട് ചെയ്ത് അതിനകത്ത് ATP മോളിക്യൂൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന, എനർജി മോളിക്യൂൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നവരാണ് കീമോസിന്തറ്റിക് ബാക്ടീരിയകൾ. ഇതിനകത്ത് ഞാൻ പറഞ്ഞു ഹെറ്ററോട്രോഫിക് ഗ്രൂപ്പുകാരും ഈ ബാക്ടീരിയക്കകത്തുണ്ട്. ഹെറ്ററോട്രോഫിക് നേച്ചറിലുള്ളവരുണ്ട്. ആരാ? സാപ്രോഫൈറ്റിക് നേച്ചറിലുള്ളവരുണ്ട്. അതുപോലെ തന്നെ പാരസൈറ്റിക് നേച്ചറിലുള്ള ആൾക്കാർ ഉണ്ടാകും. ഓക്കെ, എന്നിട്ട് ഇവരെ കൊണ്ട് ബാക്ടീരിയകളെ കൊണ്ട് വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് ഗുണമുണ്ടോ? ഈ ബാക്ടീരിയകളാണ് നമ്മളെ പാലിനെ തൈരാക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൺവേർഷൻ ഓഫ് മിൽക്ക് ഇൻടു കർഡ് അതിന് സഹായിക്കുന്നത് ബാക്ടീരിയകളുടെ പ്രവർത്തനമാണ്. ഓക്കെ, അങ്ങനത്തെ ചില പ്രത്യേകതകളുണ്ട്. അതിൽ ഒന്ന് രണ്ട് പ്രത്യേകതകൾ പഠിച്ചു വെച്ചേക്കണം. ബാക്ടീരിയകളെ കൊണ്ടുള്ള ഈ ഗുണങ്ങളും കൂടെ നമ്മൾ പഠിച്ചു വെച്ചേക്കണം. ബാക്ടീരിയകളെ ആന്റിബയോട്ടിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. എന്താണ് ആന്റിബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ? ആന്റിബയോട്ടിക്സ് മറ്റു സൂക്ഷ്മജീവികളുടെ വളർച്ച തടയുന്നതിന് വേണ്ടിയിട്ട് ചില സൂക്ഷ്മജീവികൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസ്, സെക്രീറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് ആന്റിബയോട്ടിക്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ A എന്ന് പറയുന്ന ഒരു മൈക്രോ ഓർഗാനിസം ഉണ്ടെന്ന് കരുതുന്നത്. ആ A എന്ന് പറയുന്ന മൈക്രോ ഓർഗാനിസം ഒരു സെക്രീഷൻ അതിനകത്ത് ഉണ്ടാക്കുന്നു. അതിന്റെ ശരീരത്തിൽ ഇങ്ങനെ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും. ആ വരുന്ന സെക്രീഷൻ കാരണം B എന്ന് പറയുന്ന ഒരു മൈക്രോ ഓർഗാനിസം ചത്തുപോവുകയാണെങ്കിൽ അങ്ങനെ A സെക്രീറ്റ് ചെയ്ത ആ മെറ്റീരിയലിനെ വിളിക്കുന്ന പേരാണ് ആന്റിബയോട്ടിക്സ്. നമുക്ക് ചില അസുഖങ്ങളൊക്കെ, ചില മൈക്രോ ഓർഗാനിസംസ് കാരണം അസുഖങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ആ അസുഖങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ചില മരുന്നുകൾ നമ്മൾ കുത്തിവെക്കും. ആന്റിബയോട്ടിക്സ് കഴിച്ചേ പറ്റുള്ളൂ, അല്ലെങ്കിൽ കുത്തിവെച്ചേ പറ്റുള്ളൂ. ആ ആന്റിബയോട്ടിക്സ് എവിടെ നിൽക്കുന്നതാണ്? മറ്റ് വേറെ ഏതെങ്കിലും മൈക്രോ ഓർഗാനിസത്തിന്റെ ബോഡിയിൽ നിന്ന് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നതായി അവരുടെ സെക്രീഷൻ ആയിരിക്കും നമ്മളെടുത്ത് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ക്ലിയർ? അപ്പൊ അതിനാണ് ആന്റിബയോട്ടിക്സ് എന്ന് പറയാം. ആന്റിബയോട്ടിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഇത് ഉപയോഗിക്കാറുണ്ട്. ഈ ബാക്ടീരിയകൾ ഉപയോഗിക്കാറുണ്ട്. ഇനി ബാക്ടീരിയകളുടെ വേറൊരു പ്രധാനപ്പെട്ട ഉപയോഗം നൽകുന്നത് ഇവര് ഡീകമ്പോസേഴ്സ് ആണ്. വസ്തുക്കളെ ജീർണിപ്പിക്കുന്നത്. ഇപ്പൊ എന്തെങ്കിലും ഒരു ജീവി ചത്തു വീണ് കഴിഞ്ഞാൽ, നമ്മളൊക്കെ ചത്തു വീണ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? നമ്മുടെ ബോഡിയെ ഡീകമ്പോസ് ചെയ്യുന്ന അഴുകുന്നത് ഈ ബാക്ടീരിയകളാണ്. മെയിൻ ആയിട്ടുള്ള ഡീകമ്പോസേഴ്സ് ആണ് ബാക്ടീരിയകൾ. അപ്പോൾ ബാക്ടീരിയകൾ ഡീകമ്പോസേഴ്സ് ആണ്. ദേ കൺവേർട്ട് മിൽക്ക് ഇൻടു കർഡ്. അതുപോലെ തന്നെ ആന്റിബയോട്ടിക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ സിംബയോട്ടിക് നേച്ചറില്, സിംബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ ആഹാരം ഉണ്ടാക്കാൻ പറ്റാത്ത ജീവികളുമായിട്ട് അസോസിയേഷനിൽ വന്നിട്ട് എന്ത് ചെയ്യുന്നു? സിംബയോസിസ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് അതൊരു പ്രത്യേകത മാത്രമാണ്. ഇവർ ചെയ്യുന്ന ബാക്ടീരിയ ചെയ്യുന്ന പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ലെഗുമിനസ് പ്ലാന്റുകളുടെ, ലെഗുമിനസ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പയറുവർഗത്തിൽപ്പെട്ട ചെടികളുണ്ട്, ലെഗുമിനസ് പ്ലാന്റ്സ്. അത് എന്തിനാണ് പേര് വിളിക്കുന്നത് അറിയാമോ? ലെഗുമിനസ് പ്ലാന്റുകൾ എന്ന് പറഞ്ഞാൽ പയർ ചെടികളിലേക്ക് വേര്, അത് പുഴു നോക്കി കഴി നോക്കിയാൽ അറിയാൻ പറ്റില്ല, അതിന്റെ വേരുകളിലൊക്കെ ഒരു പിങ്ക് കളറിലുള്ള വരകൾ കാണുന്നതാണ്. നമ്മുടെ ബോഡി, നമ്മുടെ ബ്ലഡിനകത്ത് ചുവപ്പ് കളർ രക്തത്തിൽ കിട്ടുന്നത് ഹീമോഗ്ലോബിൻ ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ചുവപ്പ് കളറാണ് അത് വരിക. എന്നാൽ ഈ പയർ ചെടികളിലാണെങ്കിൽ അവരുടെ ബോഡിയിൽ കാണുന്നത് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് പിങ്ക് കളറിലുള്ളതാണ്. അതിനെ കാരണം അതുകൊണ്ട് അതിനെ ആ ഹീമോഗ്ലോബിൻ വിളിക്കുന്ന പേര് ലെഗുമിനസ് പ്ലാന്റിന്റെ ഹീമോഗ്ലോബിൻ ആയതുകൊണ്ട് ലെഗ് ഹീമോഗ്ലോബിൻ എന്നാണ് പറയുന്നത്. ലെഗുമിനസ് ഹീമോഗ്ലോബിൻ. അപ്പൊ അതുപോലെ ഇപ്പൊ ലെഗുമിനസ് പ്ലാന്റുകളിലെ പയറുചെടിയിലെ വേരുകളിൽ അവരുമായിട്ട് ഈ ബാക്ടീരിയകൾ സിംബയോസിസിൽ വരും. സിംബയോസിസ് എന്ന് പറഞ്ഞാൽ രണ്ടുപേര് തമ്മിൽ ഒരുമിച്ച് ചേർന്നിട്ട് പരസ്പര സഹായത്തോടുകൂടി ഇയാൾക്ക് ചില ഗുണങ്ങൾ കിട്ടുന്നത് കൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്യും? മറ്റേ ആളിലും ഇയാളുടെ കുറച്ച് ഗുണങ്ങൾ ഇങ്ങോട്ട് കൊടുക്കും. ഗുണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ഒരുമിച്ചുള്ള അസോസിയേഷൻ വിളിക്കുന്ന പേരാണ് സിംബയോസിസ്. മനസ്സിലായോ? അങ്ങനെ സിംബയോസിസിൽ വന്നുകൊണ്ട് ഈ ലെഗുമിനസ് പ്ലാന്റുകളുടെ
വേരുകളിൽ ഇവർ സിംബയോസിസ് വന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇവർ നൈട്രജൻ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത്. നൈട്രജൻ ഫിക്സ് ചെയ്യാനുള്ള കഴിവുള്ളത് കൊണ്ട് പ്ലാന്റുകൾക്ക് അത്യാവശ്യമാണ് എന്ത്, ഈ നൈട്രജൻ. അപ്പോൾ അവർക്ക് നൈട്രജൻ അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവർ വന്നിട്ട് അതിന്റെ വേരുകളിൽ നിന്നിട്ട് അന്തരീക്ഷത്തിന് നൈട്രജനെ അബ്സോർബ് ചെയ്ത് ഹെറ്ററോസിസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് അബ്സോർബ് ചെയ്ത് ഈ പ്ലാന്റുകൾക്ക് നൈട്രജൻ സപ്ലൈ ചെയ്യും. അവർക്ക് ഇരിക്കാനുള്ള സ്ഥലവും ബാക്കി സൗകര്യങ്ങളൊക്കെ ആര് കൊടുക്കും, ഈ വലിയ ചെടികൾ കൊടുക്കുകയും ചെയ്യും. അങ്ങനെ സിംബയോസിക് അസോസിയേഷനിൽ എന്ത് ചെയ്യാറുണ്ട്, ഇവര് ഈ ബാക്ടീരിയകള് ലെഗുമിനസ് പ്ലാന്റുകളുമായിട്ട് ചേർന്നിട്ട് ജീവിക്കാറുണ്ട്. അടുത്ത പ്രത്യേകത, അടുത്തൊരു നെഗറ്റീവ് പ്രത്യേകതയാണ്. ഇവരെ കൊണ്ടുള്ള പ്രത്യേകതയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ നാലെണ്ണം പറഞ്ഞത് ഗുണങ്ങളായിരുന്നു. എന്താണ്, ആന്റിബയോട്ടിക്സ് ഉണ്ടാക്കാൻ പറ്റും, ഇവര് ഡീകമ്പോസേഴ്സ് ആണ്, അതുപോലെ തന്നെ ഇവര് പാലിനെ തൈരാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. സിംബയോട്ടിക് അസോസിയേഷനിലൂടെ വലിയ ചെടികൾക്ക് എന്ത് കൊടുക്കും, നൈട്രജൻ ഫിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട്. എന്നാൽ ഇവർ ചില സമയത്തല്ല ഇവർ എന്ത് ചെയ്യാറുണ്ട്, ഇതിനകത്തുള്ള കുറെ ബാക്ടീരിയകള് മറ്റുള്ള ജീവികൾക്ക് അസുഖം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവര് കാരണമാകും. കാരണം പ്രധാനമായിട്ടും ഒരു പാരസൈറ്റിക് ആയിട്ടുള്ള ആളുകളായിട്ട് വരികയാണെങ്കിൽ ഇവരെന്ത് ചെയ്യാറുണ്ട്, അസുഖം ഉണ്ടാക്കാറുണ്ട്. അങ്ങനെയുള്ള അസുഖങ്ങൾക്ക് ഉദാഹരണത്തിന് കോളറ, ടൈഫോയിഡ് പോലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കാനൊക്കെ ഇവര് കാരണക്കാരാണ്. ബാക്ടീരിയകൾ അസുഖങ്ങൾ ഉണ്ടാക്കാം. ഇനി ഇവരുടെ റീപ്രൊഡക്ഷനിലേക്ക് വരിക, ഇവരെങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, അവരുടെ ജനറേഷൻ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇവര് റീപ്രൊഡക്ഷൻ നടത്തുന്നത് എസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് ഇവർ പ്രധാനമായിട്ട് നടത്തുക. എസെക്ഷൽ റീപ്രൊഡക്ഷൻ, ബീജങ്ങൾ ഉത്പാദിപ്പിക്കാതെയുള്ള റീപ്രൊഡക്ഷൻ, എസെക്ഷൽ അലൈംഗിക പ്രത്യുൽപാദനം നടത്തുന്നതിന് അങ്ങനത്തെ മെക്കാനിസം ഉണ്ടാകും. ഇനി ഒരു സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്താറുണ്ട്. ഇത്രയും പ്രിമിറ്റീവ് ആയിട്ടുള്ള ജീവികളാണ് ഒരു സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്താറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയും നടത്താറുണ്ട്. അവരുടെ സെക്ഷൽ റീപ്രൊഡക്ഷനെ വിളിക്കുന്ന പേര് കോൺജുഗേഷൻ എന്നാണ് പറയുക. എന്താണ് പറയുക, ഇത് അതായത് രണ്ട് ഫിലമെന്റുകൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ രണ്ട് ബാക്ടീരിയകൾ അടുത്തടുത്ത് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് എന്ത് ചെയ്യുന്നു, ചില മെറ്റീരിയൽസ് അടുത്ത ബാക്ടീരിയയിലേക്ക് എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു. ഒരു കനാൽ ഉണ്ടാക്കിയിട്ട് ഇവിടെ ഇതേപോലെ പ്രൊജക്ഷൻ ഉണ്ടാക്കും. ഇവിടെ നിന്ന് സെൽവാളിങ്ങനെ പോസിറ്റീവ് വരും, രണ്ടും കൂടെ കൂടിച്ചേരും, ഒരു കനാൽ ഉണ്ടാകും. ഈ കനാലിനകത്തൂടെ ഇവിടെ നിന്ന് ചില മെറ്റീരിയൽസ് ഇങ്ങോട്ട് പോകും. ഇവിടെ പോകുന്ന മെറ്റീരിയൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ജനറ്റിക് മെറ്റീരിയൽ ആണ്. അത് നമ്മൾ പ്ലാസ്മിഡ് എന്നാണ് പറയുക. പ്ലാസ്മിഡ് എന്ന് പറയുന്ന ജനറ്റിക് മെറ്റീരിയൽ ഒരു സെല്ലിൽ നിന്ന് മറ്റേ സെല്ലിലേക്ക് എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു. അങ്ങനെയാണ് ഇവിടെ റീപ്രൊഡക്ഷൻ നടക്കാറുള്ളത്. ഓക്കെ, ഇത്രയൊക്കെയാണ് കിങ്ഡം മൊനീറയെ കുറിച്ച് പഠിക്കാനുള്ള കാര്യങ്ങൾ. ക്ലിയർ ആയോ? നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? കിങ്ഡം മൊനീറ പ്രോകാരിയോട്ടിക് ആണ്, പ്രിമിറ്റീവ് ആണ്, ഇത് ഓട്ടോട്രോഫിക്കും ഹെറ്ററോട്രോഫിക്കും ഉണ്ടാകും. ഇതിന്റെ ക്ലാസിഫിക്കേഷൻ എന്തെന്നാണ് പറഞ്ഞത്? ആർക്കിയ ബാക്ടീരിയ ആൻഡ് യൂബാക്ടീരിയ പറഞ്ഞു. ആർക്കിയ ബാക്ടീരിയ ചില പ്രത്യേകതകളുള്ള ബാക്ടീരിയകളാണെന്ന് പറഞ്ഞു. അതിനകത്ത് പറഞ്ഞ എക്സാമ്പിൾ പറഞ്ഞു. ഏതാ? അസിഡോഫൈറ്റ്സ്, ഹാലോഫൈറ്റ്സ്, മെത്തനോജൻസ്, തെർമോഫൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറച്ച് പ്രത്യേകതകൾ പറഞ്ഞു. അതിനകത്ത് തെർമോഫൈറ്റ്സ്, ഹാലോഫൈറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞു. പിന്നെ നമ്മൾ ബാക്ടീരിയയുടെ ഷേപ്പിനെ കുറിച്ച് പറഞ്ഞു. ബാക്ടീരിയയുടെ ഷേപ്പിനെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ മോക്കസ് ബാക്ടീരിയ ഉണ്ടാകും, ബാസിലസ് ഉണ്ടാകും, വിബ്രിയം ഉണ്ടാകും, സ്പൈറലം ഉണ്ടാകും എന്ന് പറഞ്ഞു. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഓർത്തിരിക്കണം എന്ന് ഞാൻ പറഞ്ഞതാണ്. പിന്നെ നമ്മള് യു ബാക്ടീരിയയുടെ പ്രത്യേകത, സയാനോ ബാക്ടീരിയയുടെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. ഫോട്ടോസിന്തറ്റിക് നേച്ചറിലുള്ളവരാണ്. അവിടെ നമ്മുടെ ഹെറ്ററോസിസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. ഹെറ്ററോസിസ്റ്റ് എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ സെല്ലുകളാണ് ഹെറ്ററോസിസ്റ്റുകൾ എന്ന് പറഞ്ഞു. പിന്നെ വേറെന്താണ് പ്രത്യേകത പറഞ്ഞത്? ബാക്ടീരിയകളെ കൊണ്ടുള്ള നേട്ടങ്ങളും കോട്ടങ്ങളും പറഞ്ഞു. ഇവര് ഡീകമ്പോസേഴ്സ് ആണ്, ആന്റിബയോട്ടിക് പ്രിപ്പയർ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ വേറെന്താണ് പ്രത്യേകത? നമ്മള് മറ്റ് ലെഗുമിനസ് പ്ലാന്റുകളുമായിട്ട് അസോസിയേഷൻ, സിംബയോട്ടിക് അസോസിയേഷൻ എന്ത് ചെയ്യാറുണ്ട്? ഒരു നൈട്രജൻ ഫിക്സ് ചെയ്ത് കൊടുക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പ്രത്യേകത പറഞ്ഞു. അസുഖം ഉണ്ടാക്കാൻ കാരണക്കാരായിട്ടുള്ള ടൈഫോയിഡ്, കോളറ പോലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കാൻ കാരണക്കാരായിട്ടുള്ള പത്തോജനിക് ബാക്ടീരിയകളാണ് ചിലരെന്ന് പറഞ്ഞു. പിന്നെ ഇവരുടെ റീപ്രൊഡക്ഷൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. സെക്ഷൽ റീപ്രൊഡക്ഷൻ കോൺജുഗേഷൻ എന്ന് പറയുന്നത് പറഞ്ഞു. ഇവരുടെ ജെനറ്റിക് മെറ്റീരിയലിന്റെ പേര് പ്ലാസ്മിഡ് എന്നാണ് പറയുക. ഇത് പ്രത്യേകത പറഞ്ഞു. ഇത്രയൊക്കെ ഉള്ളൂ കിങ്ഡം മൊനീറയെ കുറിച്ച്. ഒരു കിങ്ഡം കംപ്ലീറ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്തെങ്കിലും സംശയമുള്ളവരുണ്ടെങ്കിൽ ചോദിക്കും. ഓക്കെ.